നമുക്ക് 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് എടുക്കാം. യൂണിറ്റ് 1 ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട്. എല്ലാവരും ടെക്സ്റ്റ് തുറന്നിട്ട് വായിക്കണം കേട്ടോ, കൂടെ വായിക്കണേ. ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട്. ഹോങ് എന്നും ടൂട്ട് എന്നും ഉദ്ദേശിച്ചത് ഹോണുകളെക്കുറിച്ചാണ്. അതായത് ബസ്സിൻ്റെയും കാറിൻ്റെയും ഹോണുകളെക്കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഹോണിൻ്റെ സൗണ്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ചാപ്റ്റർ ഒന്ന് നോക്കാം. ഇതാ ഈ പേജ് എടുക്കുക. ഇതിനകത്ത് എന്താണ്, ആദ്യം നമുക്ക് എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് ഒന്ന് വായിക്കാം. ദിസ് ഈസ് എ ബസ്, എ ബ്ലൂ ബസ്. ദ ബസ് ഈസ് ബിഗ്. ഒന്നുകൂടി വായിക്കൂ. ദിസ് ഈസ് എ ബസ്, എ ബ്ലൂ ബസ്. ദ ബസ് ഈസ് ബിഗ്. എന്താണ് ഉദ്ദേശിച്ചത്, മനസ്സിലായോ? ദിസ് ഈസ് എ ബസ്. ഇത് എന്താണ്, ബസ്സാണ് അല്ലേ. ആ ബ്ലൂ ബസ്, ഇതൊരു ബ്ലൂ ബസ്സാണ്. ഇതിൻ്റെ കളർ എന്താണ്, ബ്ലൂ. ദ ബസ് ഈസ് ബിഗ്. ഈ ബസ് എന്താണ്, ബിഗാണ്, വലുതാണ് അല്ലേ. അതാണ് ബിഗ്, വലിയത്. ദ ബസ് ഈസ് ബിഗ്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിനകത്ത്, എന്താന്ന് നോക്കാം. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ബസ്? വാട്ട്സ് ദ കളർ ഓഫ് ദ ബസ്? എന്താണ് ഈ ബസ്സിൻ്റെ കളർ, എന്താണ്? വാട്ട്സ് ദ കളർ ഓഫ് ദ ബസ്? പറയൂ. ബ്ലൂ. നിങ്ങൾ എന്ത് പറയണം? വാട്ട്സ് ദ കളർ ഓഫ് ദ ബസ് എന്നതിൻ്റെ ആൻസർ എന്ത് പറയണം? ബ്ലൂ എന്ന് പറയണം കേട്ടോ. ഇനി നെക്സ്റ്റ് പേജ് എടുക്കാം. ഒരു കാറിൻ്റെ ചിത്രമൊക്കെ ഉണ്ടല്ലേ റോഡിലൂടെ വരുന്ന, വായിച്ചു നോക്കാം. ദിസ് ഈസ് എ കാർ, എ റെഡ് കാർ. ദ കാർ ഈസ് സ്മോൾ. ഒന്നുകൂടി വായിക്കാം. ദിസ് ഈസ് എ കാർ, എ റെഡ് കാർ. ദ കാർ ഈസ് സ്മോൾ. ദിസ് ഈസ് എ കാർ. ഇതൊരു കാറാണല്ലേ. എ റെഡ് കാർ, ഒരു റെഡ് കളർ കാറാണ്, റെഡ് കാറാണ്. ദ കാർ ഈസ് സ്മോൾ. ഈ കാർ എങ്ങനെയാണ്, ചെറുതാണ്. ബസ്സിനെ അപേക്ഷിച്ച് സ്മോൾ ആണല്ലേ, ബസ്സിനെ അപേക്ഷിച്ച് ചെറുതാണ്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ കാർ? വാട്ട്സ് ദ കളർ ഓഫ് ദ കാർ? എന്താണ് ഈ കാറിൻ്റെ കളർ, എന്താണ്? റെഡ്. എന്ത് പറയണം ആൻസറായിട്ട്? റെഡ്. ഇനി അടുത്ത പേജ് എടുക്കൂ കേട്ടോ. എന്നിട്ടോ ഇതും വായിക്കാം. ഐ ആം എ ബസ്, ഐ ആം എ ബസ്. ഹോങ് ഹോങ് ബസ്. ഐ ആം എ ബസ്, ഐ ആം എ ബസ്. ഹോങ് ഹോങ് ബസ് എന്ന് വായിക്കണം. എന്താ പറയുന്നത്? ഐ ആം എ ബസ്, ഐ ആം എ ബസ്. ഹോങ് ഹോങ് ബസ്. ഇനി ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. എന്താ പറയുന്നത്? ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. റോഡിലൂടെയാണ് എന്താ, ഈ ബ്ലൂ ബസ് റോഡിലൂടെ പോവുകയാണ്. എന്താ, അതാണ് ഉദ്ദേശിച്ചത്. ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. ഇനി അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൂടി നോക്കാം. വേർ ഈസ് ദ ബസ് ഗോയിങ്? ബസ് എങ്ങോട്ടാണ് പോകുന്നത്? വേർ ഈസ് ദ ബസ് ഗോയിങ്? ബസ് എങ്ങോട്ടാണ് പോകുന്നത്? എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം. നിങ്ങളുടെ അടുത്തൊരു സ്റ്റോപ്പ് തന്നെ പറഞ്ഞോളൂ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള സ്റ്റോപ്പ് പറഞ്ഞോളൂ കേട്ടോ. വേർ ഈസ് ദ ബസ് ഗോയിങ് എന്നതിൻ്റെ ആൻസറായിട്ട്. ഇനി കാറിനെ കുറിച്ച് അടുത്തത്. ഐ ആം എ കാർ, ഐ ആം എ കാർ. ടൂട്ട് ടൂട്ട് കാർ. എന്താ പറയുന്നത്? ഐ ആം എ കാർ, ഐ ആം എ കാർ. ടൂട്ട് ടൂട്ട് കാർ. ഇതെന്താണ് പറയുന്നത്? ഞാനൊരു കാറാണ്. എങ്ങനത്തെ കാറാണ്? ടൂട്ട് ടൂട്ട് കാർ. ഹോണാണ് ഉദ്ദേശിച്ചത്. ടൂട്ട് ടൂട്ട് കാറാണ് ഞാൻ എന്നാണ് പറയുന്നത് അല്ലേ. ഇനിയോ താഴെ എന്താ എഴുതിയിട്ടുള്ളത്? ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. റെഡ് കാറും എവിടെയാണ്? ഓൺ ദ റോഡ്. റോഡിലൂടെ തന്നെയാണ് പോകുന്നത് അല്ലേ. റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം താഴെയുള്ള. വേർ ഈസ് ദ കാർ ഗോയിങ്? കാർ എങ്ങോട്ടാണ് പോകുന്നത്? അതും നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പ് തന്നെ പറഞ്ഞോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേസിൻ്റെ പേര് പറഞ്ഞോളൂ. വേർ ഈസ് ദ കാർ ഗോയിങ് എന്നുള്ളതിൻ്റെ ആൻസറായിട്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് പറയുന്നത് എന്താണ്? ഐ ഹാവ് എ ഹോൺ. ഹോങ് ഹോങ് ഹോൺ. ബസ് പറയുകയാണേ, ഒന്നുകൂടി വായിക്കൂ. ഐ ഹാവ്
എ ഹോൺ. ഹോങ് ഹോങ് ഹോൺ. എനിക്ക് ഒരു ഹോണുണ്ട്. ഐ ഹാവ് എ ഹോൺ. എനിക്കൊരു ഹോണുണ്ട്. എന്താണ് ഹോങ് ഹോങ് ഹോൺ? എൻ്റെ ഹോണിനെ കുറിച്ചാണ് പറയുന്നത്. ഹോങ് ഹോങ് ഹോൺ എന്ന എനിക്കൊരു ഹോൺ ഉണ്ട്. എനിക്ക് എന്തുണ്ടെന്നാണ് പറയുന്നത്? ബസ്സിന് എന്തുണ്ടെന്നാണ് ബസ് പറയുന്നത്? ഒരു ഹോൺ ഉണ്ട്. എനിക്കുണ്ട് എന്ന് പറയാൻ എങ്ങനെ പറയാം? ഐ ഹാവ് എ ഹോൺ എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ പറയാം? നിങ്ങൾക്കൊരു പെൻസിൽ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എങ്ങനെ പറയും? ഐ ഹാവ് എ പെൻസിൽ. ഐ ഹാവ് എ ബുക്ക്. അല്ലേ? എനിക്കൊരു ബുക്കുണ്ട്, എനിക്കൊരു പെൻസിലുണ്ട് എന്നൊക്കെ നമുക്ക് അങ്ങനെ പറയാം, ഹാവ് വെച്ചിട്ട് കേട്ടോ. ഇനിയോ ഈ താഴെ എന്താ എഴുതിയിട്ടുള്ളത്? ഇതാണ് വായിക്കുന്നത്. ദ ബസ് ഹാസ് എ ഹോൺ. ഇറ്റ് സൗണ്ട്സ് ഹോങ് ഹോങ്. ദ ബസ് ഹാസ് എ ഹോൺ. ബസ്സിന് എന്തുണ്ട്? ഒരു ഹോണുണ്ട്. ദ ബസ് ഹാസ് എ ഹോൺ. ഇറ്റ് സൗണ്ട്സ് ഹോങ് ഹോങ്. അതെങ്ങനെയാണ് സൗണ്ട്? അതിൻ്റെ സൗണ്ട് എങ്ങനെയാണ്? ഇറ്റ് സൗണ്ട്സ് ഹോങ് ഹോങ് എന്ന സൗണ്ടാണ് അതിന് കേട്ടോ. ഇനി ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? നോക്കാം. ഡസ് ദ ബസ് ഹാവ് ഓൺലി എ ഹോൺ? ബസ്സിന് ഹോൺ മാത്രമേ ഉള്ളൂ? നോ. അല്ലേ? ഹോൺ മാത്രമേ ഉള്ളൂ? അല്ല. നോ. നെയിം ദ അതർ പാർട്സ് ഓഫ് ദ ബസ്. നെയിം ദ അതർ പാർട്സ് ഓഫ് ദ ബസ്. നിങ്ങൾ എന്ത് പറയണം? ബസ്സിൻ്റെ മറ്റ് പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് പറയണം. നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്കറിയാമല്ലേ എന്തൊക്കെയാണ് ബസ്സിൻ്റെ പാർട്ട്? മിറർ, ഗ്ലാസ്, സീറ്റ്, പിന്നെ എന്തൊക്കെയുണ്ട്? ആക്സിലറേറ്റർ. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ബസ്സിൻ്റെ അറിയുമല്ലേ? അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇനി അടുത്ത പേജ് നോക്കാം. ഐ ഹാവ് ലൈറ്റ്സ്. വൈറ്റ് ലൈറ്റ്സ്. അപ്പോൾ കാർ എന്താ പറയുന്നത്? ഐ ഹാവ് ലൈറ്റ്സ്. എനിക്ക് ലൈറ്റ്സ് ഉണ്ട്. വൈറ്റ് ലൈറ്റ്സ്. എങ്ങനത്തെ ലൈറ്റാണ്? നല്ല വൈറ്റിൽ കളറല്ല, നല്ല വൈറ്റ് ലൈറ്റ്സ് എനിക്കുണ്ട്. ഒന്നുകൂടി വായിക്കൂ. ഐ ഹാവ് ലൈറ്റ്സ്. വൈറ്റ് ലൈറ്റ്സ്. ഇനി താഴെ നോക്കാം. ഇനി ഇതാണ് വായിക്കുന്നത്. The car has 2 lights. They are white. The car has 2 lights. കാറിന് എത്ര ലൈറ്റ് ഉണ്ട്? കാറിന് 2 ലൈറ്റ്സ് ഉണ്ട്. കാറിന് 2 ലൈറ്റ്സ് ഉണ്ട്. They are white. അവ എന്താണ്? വൈറ്റ് കളറാണ്. They are white. അവ വൈറ്റ് കളറാണ്. They are white. അവ വൈറ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ദ കാർ ഹാസ് മെനി പാർട്സ്. അവരെന്നെ പറഞ്ഞു ദ കാർ ഹാസ് മെനി പാർട്സ്. കാറിന് ഒരുപാട് പാർട്ടുകളുണ്ട് അല്ലേ? ക്യാൻ യു നെയിം ദം? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ക്യാൻ യു നെയിം ദം? ഓഫ് കോഴ്സ് അല്ലേ, നിങ്ങൾക്ക് പറയാൻ സാധിക്കും. കാറിന് ഏതൊക്കെ പാർട്ടുണ്ട്? ഇതാ മിറർ, സീറ്റ്സ്, ടയേഴ്സ്, ലൈറ്റ്സ്. അങ്ങനെ നിങ്ങൾക്കറിയുന്ന എല്ലാ പാർട്ടുകളും പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് പേജ് എടുക്കാം. ഇനി എന്താ? ബസ് പറയാ ഐ റൺ ഫാസ്റ്റ്. ഞാൻ എന്താണ്? വേഗത്തിലാണ് പോകുന്നത്. ഐ റൺ ഫാസ്റ്റ്. വേഗത്തിലാണ് പോകുന്നത്. വേഗത്തിൽ പോകാമോ റോഡിലൂടെ? ഇല്ലല്ലേ. അപ്പോൾ കാർ എന്താ പറയുന്നത്? മീ ടു. ഞാനും വേഗത്തിൽ തന്നെയാണ് പോകുന്നത്. മീ ടു. ഹേ എന്ന് ഇവിടെ നിന്ന് വിളിക്കുന്നുണ്ടാരോ? പക്ഷെ അവരെന്താ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ദ ബസ് റൺസ് ഫാസ്റ്റ്. ഇവിടെയാണ് ദ ബസ് റൺസ് ഫാസ്റ്റ്. ദ കാർ റൺസ് ഫാസ്റ്റ്. ദ ബസ് റൺസ് ഫാസ്റ്റ്. ദ കാർ റൺസ് ഫാസ്റ്റ്. ബസ് വേഗത്തിലാണ് പോകുന്നത്. റൺസ് ഫാസ്റ്റ്. കാർ റൺസ് ഫാസ്റ്റ് എന്നാണ് പറയുന്നത്. ദ ബസ് എന്നായതുകൊണ്ട് റൺസ്, ദ കാർ എന്നായതുകൊണ്ടും റൺസ് എന്ന് എഴുതണം. റൺ എന്ന് പറയരുത്. ദ ബസ് എന്നായതുകൊണ്ട് റൺ എന്ന് പറയരുത്. റൺസ് എന്ന് തന്നെ പറയണം. ദ കാ എന്ന് പറയുമ്പോഴും റൺസ് എന്ന് പറയണം. കാരണം ദ ബസ് എന്നതും ഒരാളേ ഉള്ളൂ, ദ കാ എന്നതും ഒരെണ്ണമേ ഉള്ളുവെങ്കിൽ നമ്മൾ റൺസ് എന്ന് പറയണം കേട്ടോ. ദ കാ ആൻഡ് ബസ് റൺ ഫാസ്റ്റ്. എന്നാൽ ഇവിടെയോ ദ കാ ആൻഡ് ബസ് റൺ ഫാസ്റ്റ്.
ദ കാർ ആൻഡ് ബസ്. ദ കാർ ആൻഡ് ബസ്, കാറും ബസ്സും ഉണ്ട്. അപ്പം രണ്ടും ഒന്നിച്ചാ പറഞ്ഞല്ലേ. ദ കാർ ആൻഡ് ബസ് റൺ, രണ്ടുപേരും കൂടി ഉണ്ടായതുകൊണ്ട് റൺ എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ദ ബസ് എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ, അപ്പോൾ റൺസ്. ദ കാർ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ, അപ്പോഴും റൺസ്, ഫാസ്റ്റ് എന്ന് പറഞ്ഞു. എന്നാൽ ദ കാർ ആൻഡ് ബസ് എന്ന് പറഞ്ഞാൽ 2 പേരായി, ഒന്ന് കൂടുതൽ ആളായി കഴിഞ്ഞാൽ പിന്നെ എസ് ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ റൺ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറഞ്ഞത്. ദ കാർ ആൻഡ് ബസ് റൺ ഫാസ്റ്റ്. ഈസ് ഇറ്റ് ഗുഡ്? ഇത് നല്ല കാര്യമാണോ? നോ അല്ലേ, ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. ഒരിക്കലും നല്ല കാര്യമല്ല. ഇനിയോ എന്താണ്? ഹോങ് ഹോങ് ഹേ കാ ഗീവ് വേ. ബസ് എന്താ പറയുന്നത്? ഹോങ് ഹോങ് എന്ന് പറഞ്ഞിട്ട് ഹോൺ അടിക്കുന്നുണ്ട്. എന്നിട്ട് പറയാം ഹേ കാ ഗീവ് വേ, വഴിതാ എന്നാ പറയുന്ന കാറിനോട്. നല്ല സ്പീഡിലാണ് പോകുന്നല്ലേ. ഇവിടെ എന്താ പറയുന്നത് താഴെ? സ്റ്റോപ്പ് ഷൗട്ട്സ് ദ പോലീസ് ഓഫീസർ. സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ഷൗട്ട്സ് ദ പോലീസ് ഓഫീസർ. പോലീസ് ഓഫീസർ എന്ത് ചെയ്യുന്നുണ്ട്? ഷൗട്ട് ചെയ്യുന്നുണ്ട്, ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് സ്റ്റോപ്പ് എന്ന്. ദ ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്, ദ കാർ ഡസ് നോട്ട് സ്റ്റോപ്പ്. പക്ഷേയോ ബസ്സും കാറും എന്ത് ചെയ്യുന്നില്ല? സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഡസ് നോട്ട്. ദ ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്, ദ കാർ ഡസ് നോട്ട് സ്റ്റോപ്പ്. ബസ്സും കാറും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഇവിടെയും ദ ബസ് എന്നായതുകൊണ്ട് എന്താ പറയുന്നത്? ഡസ് എന്ന് പറഞ്ഞു. ദ കാർ ഡസ് എന്ന് പറയണം കേട്ടോ. ദ ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്, ദ കാർ ഡസ് നോട്ട് സ്റ്റോപ്പ്. ബെയർ ആണല്ലേ പോലീസായി നിൽക്കുന്നത്. അപ്പോൾ ബെയർ പോലീസ് എന്ത് പറയുന്നുണ്ട്? സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട്. ടൂട്ട് ടൂട്ട് യു മൂവ് എന്ന് പറയുന്നുണ്ട്. ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. യു മൂവ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ്? ഹോൺ അടിക്കുകയാണ് കാർ ചെയ്യുന്നത്. വാട്ട് വിൽ ഹാപ്പൻ നൗ? എന്ത് സംഭവിച്ചു? വാട്ട് വിൽ ഹാപ്പൻ നൗ? എന്ത് സംഭവിച്ചിട്ടുണ്ടാവാം? എന്തായിരിക്കാം? ഇത് വിൽ ബി ആൻ ആക്സിഡൻറ്റ് അല്ലേ? ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് തന്നെയാണ് തോന്നുന്നത്. നോക്കാം, നമുക്ക് അടുത്ത പേജിൽ നോക്കാം. രണ്ടും എന്താണ്? ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. കണ്ടോ ഇതിനകത്ത് എന്താ പറയുന്നത്? ആക്സിഡൻറ്റ് ഉണ്ടായി. ദ ബസ് ആൻഡ് ദ കാർ ഹിറ്റ് ഈച്ച് അതർ. ബസ്സും കാറും കൂടി എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചു. ദ ബസ് ആൻഡ് ദ കാർ ഹിറ്റ് ഈച്ച് അതർ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചു. ഇപ്പോൾ എന്തായിട്ടുണ്ടാകും? നോക്കാം. ഇടിച്ചു. പോലീസ് ഓഫീസർ ഇവിടെ ഉണ്ട്. എന്താ പറയുന്നത്? വേർ ഈസ് ദ പോലീസ് ഓഫീസർ? പോലീസ് ഓഫീസർ എവിടെയാണ്? നമുക്ക് നോക്കാം അല്ലേ. പോലീസ് ഓഫീസർ എവിടെയാണ്? നിയർ ദ ബസ് ആൻഡ് ദ കാർ അല്ലേ. പോലീസ് ഓഫീസർ എവിടെയാണ് നിൽക്കുന്നത്? ഈ കാറിൻ്റെയും ബസ്സിൻ്റെയും അടുത്താണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? നിയർ ദ ബസ് ആൻഡ് ദ കാർ എന്ന് പറയാം. ആൻസർ ആയിട്ട്. ഇനിയോ വാട്ട് വിൽ ദ പോലീസ് ഓഫീസർ ഡു? പോലീസ് ഓഫീസർ എന്താണ് ചെയ്യുന്നത്? പോലീസ് ഓഫീസർ എന്ത് ചെയ്യും? വാട്ട് വിൽ ദ പോലീസ് ഓഫീസർ ഡു? പോലീസ് ഓഫീസർ എന്ത് ചെയ്യും? എന്തായിരിക്കും പോലീസ് ഓഫീസർ ചെയ്യുക? അതിന് കറക്റ്റായിട്ടുള്ള എന്താണ്? ഒരു ആക്ഷൻ എടുക്കണ്ടാവും അല്ലേ? അതല്ലേ അദ്ദേഹം ചെയ്യേണ്ടായിരിക്കുക. എന്താവും? അപ്പോൾ നമുക്കത് എങ്ങനെ പറയാം? ഹി വിൽ ടേക്ക് പ്രോപ്പർ ആക്ഷൻ എന്ന് പറയാമല്ലേ. ഇനിയോ നെക്സ്റ്റ് പേജ് എന്താണ്? ഓച്ച് മൈ ഹോൺ. ബസ് പറയാൻ ഓച്ച് എന്ന് പറഞ്ഞാൽ ഹോ എന്ന് പറയല്ലോ, അങ്ങനെ പറയുന്നതാണ്. ഓച്ച് മൈ ഹോൺ, എൻ്റെ ഹോൺ എന്ത് സംഭവിച്ചു? പൊട്ടിപ്പോയി കാണും അല്ലേ. അതാണ് ഉദ്ദേശിച്ചത്. ദ ഹോൺ ഫെൽ ഡൗൺ, ദ കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ. കണ്ടോ? ദ ഹോൺ ഫെൽ ഡൗൺ, ഹോൺ താഴെ വീണു. ദ കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ, കാറിൻ്റെ ലൈറ്റും ഫെൽ ഡൗൺ, താഴെ വീണു. ഇനി എന്താ? കാർ എന്താ പറയുന്നത്? മൈ ലൈറ്റ്, എൻ്റെ ലൈറ്റ് എന്ന് പറയണ കാർ കേട്ടോ. അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഹാപ്പൻഡ് ടു ദ ബസ്? ബസ്സിന് എന്താണ് സംഭവിച്ചത്? ബസ്സിന് എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻഡ് ടു ദ കാർ എന്നും ചോദിക്കുന്നുണ്ട്. ബസ്സിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇതിന് മുകളിലുള്ളത് തന്നെ പറയാം. എന്താണ് ബസ്സിന് സംഭവിച്ചിട്ടുള്ളത്? ദ ഹോൺ ഫെൽ ഡൗൺ. ഇനി വാട്ട് ഹാപ്പൻഡ് ടു ദ കാർ? ദ കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ അല്ലേ, കാറിൻ്റെ ലൈറ്റ് താഴെ വീണു. അതാണ് സംഭവിച്ചത്. ഇനിയോ ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. അപ്പം എന്താ ഉണ്ടാവുന്നത്? ബസ് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്.
ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക് എന്ന് പറയാണ്. ആരോട്? കാറിനോട് പറയാണ്. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, നിൻ്റെ മിസ്റ്റേക്കാണ് ഇതെല്ലാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കാർ എന്താ പറയുന്നത്? നോ, ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. നോ, എൻ്റേതല്ല, ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്, ഇത് നിൻ്റെ മിസ്റ്റേക്ക് ആണെന്നാണ് കാറ് ബസ്സിനോട് തിരിച്ചു പറയുന്നത്. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? രണ്ടുപേരും കൂടി അടികൂടും. ഇനിയോ ഇവിടെയാണ് ദ ബസ് ഈസ് ആംഗ്രി, ദ കാർ ഈസ് ഓൾസോ ആംഗ്രി. ആംഗ്രി എന്ന് പറഞ്ഞാൽ ദേഷ്യം. ബസ് ഈസ് ആംഗ്രി, ബസ് നല്ല ദേഷ്യത്തിൽ പെടുകയാണ്. ദ കാർ ഈസ് ഓൾസോ ആംഗ്രി, കാറും എന്ത് തന്നെയാണ്? നല്ല ദേഷ്യത്തിൽ തന്നെയാണ്. അപ്പോഴോ ഇനി എന്താ ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഈസ് ദ ബസ് ആംഗ്രി? ബസ് എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? എന്താണ്? എന്തിനാണ് എനിക്ക് ബസ് ദേഷ്യപ്പെടുന്നത്? എന്താണ്? ദ ഹോൺ ഫെൽ ഡൗൺ ആയതുകൊണ്ടായിരിക്കാം അല്ലേ? ദ ഹോൺ ഫെൽ ഡൗൺ ബിക്കോസ് ദ ഹോൺ ഫെൽ ഡൗൺ. ഇനി വൈ ഈസ് ദ കാർ ആംഗ്രി? കാർ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? ദ കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ അല്ലേ? കാറിൻ്റെ ലൈറ്റും എന്തായി? കാറിൻ്റെ ലൈറ്റും താഴെ വീണു, അതുകൊണ്ടാണ്. ബിക്കോസ് ഇറ്റ്സ് ലൈറ്റ് ഫെൽ ഡൗൺ. ഇനിയോ ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. അപ്പോൾ പോലീസ് ഓഫീസറാണ് പറയുന്നത് എന്ത്? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് എന്ന്. പോലീസ് ഓഫീസർ ആയിരിക്കാം അല്ലേ? പോലീസ് ആയിരിക്കാം എന്ന് കരുതുന്നു. പോലീസ് എന്ത് പറയുന്നു? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, അത് നിൻ്റെ മിസ്റ്റേക്കാണെന്ന് ബസ്സിനോട് പറഞ്ഞു. അപ്പോൾ ബസ് എന്താ പറയുന്നത്? ഐ ആം സോറി സർ. ഐ ആം സോറി സർ, സോറി പറഞ്ഞു ബസ് അല്ലേ? ഇനിയോ ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് ടു. പോലീസ് ഓഫീസർ പറയാണ്, കാറിനോട് പറയാണെന്ത്? ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് ടു, ഇത് നിൻ്റെ മിസ്റ്റേക്കും കൂടിയാണ്. അപ്പോൾ കാറും എന്ത് പറഞ്ഞു? സോറി സർ എന്ന് പറഞ്ഞു. ഇനിയോ ഹൂ മെയ്ഡ് എ മിസ്റ്റേക്ക് ഓൺ ദ റോഡ്. ഹൂ മെയ്ഡ് എ മിസ്റ്റേക്ക് ഓൺ ദ റോഡ്. ആരാണ് മിസ്റ്റേക്ക് പറ്റിയത്? ആർക്കാണ് ഇവിടെ? ബോത്ത് കാർ ആൻഡ് ബസ് അല്ലേ? എങ്ങനെ പറയാം? ബോത്ത് കാർ ആൻഡ് ബസ് കമ്മിറ്റഡ് മിസ്റ്റേക്ക് അല്ലേ? കാറിനും ബസ്സിനും എന്താണ്? മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇനി വാട്ട് ഡസ് ദ പോലീസ് ഓഫീസർ സേ? പോലീസ് ഓഫീസർ എന്താ പറഞ്ഞത്? പോലീസ് ഓഫീസർ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? വാട്ട് ഡസ് ദ പോലീസ് ഓഫീസർ സേ? എന്തായിരിക്കും? നെവർ റിപ്പീറ്റ് ഇറ്റ് അല്ല എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇനി ഇത് ആവർത്തിക്കരുത്. പിന്നെന്ത് പറയാം? ഗോ സ്ലോലി, കീപ് ദ റൂൾസ് എന്നൊക്കെ പറയാം അല്ലേ? അങ്ങനെ അഡ്വൈസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഗിവ് പ്രോപ്പർ അഡ്വൈസ് അല്ലേ? നല്ല കറക്റ്റായിട്ട് അഡ്വൈസ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഇനിയോ ഹിയർ ഈസ് യുവർ ഹോൺ. മങ്കി വന്നിട്ട് ബസ്സിനോട് പറയുകയാണെന്ത്? ഹിയർ ഈസ് യുവർ ഹോൺ എന്ന് പറഞ്ഞ് ഇതാണ് നിൻ്റെ ഹോൺ, ഇതാന്ന് പറഞ്ഞ് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി ഹൂ ഹെൽപ്സ് ദ ബസ്. ഹൂ ഹെൽപ്സ് ദ ബസ്, ആരാണ് ബസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്? മങ്കി. ഇനിയോ ഹൂ ഹെൽപ്സ് ദ കാർ, ആരാണ് കാറിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇതാ താഴെയുണ്ട്. ഹൂ ഹെൽപ്സ് ദ കാർ. ഹിയർ ഈസ് യുവർ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് കൗ ആണ് കാറിന് ലൈറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആരായിരിക്കാം ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? കൗ അല്ലേ? ഇനിയോ ദ ഹോൺ ഈസ് റെഡി, ദ ലൈറ്റ് ഈസ് റെഡി, ദ ബസ് ആൻഡ് ദ കാർ ആർ ഹാപ്പി. ദ ഹോൺ ഈസ് റെഡി, ദ ലൈറ്റ് ഈസ് റെഡി, ദ ബസ് ആൻഡ് ദ കാർ ആർ ഹാപ്പി. എന്താണ്? ഹോൺ റെഡിയായി, ലൈറ്റ് റെഡിയായി, ബസ്സും കാറും എന്തായി? ഹാപ്പിയായി, സന്തോഷമായി അല്ലേ ബസ്സിനും കാറിനും? താങ്ക് യു സർ എന്ന് കാറ് പറഞ്ഞു. ഇനിയോ അപ്പോൾ എന്താ പറയുന്നത്? പോലീസ് എന്താ പറയുന്നത്? ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്, ഇനി ഇത് ആവർത്തിക്കരുത്, ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ബസ് എന്താ പറയുന്നത്? ബൈ സാർ. ഇനി അവിടെ എന്താ ക്വസ്റ്റ്യൻ? വിൽ ദേ ഗോ ഫാസ്റ്റ് നൗ? ഇനി അവർ വേഗത്ത് പോവോ? ഇല്ല അല്ലേ? നോ എന്ന് പറയാം നമുക്ക്. ഇനി അവരെന്താണ് വേഗത്ത് പോകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഇനി അവരുടെ ആ കഥ കഴിഞ്ഞു, ആ സ്റ്റോറി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ്, അതിന് താഴെ ഒരു സ്മോൾ പോയമുണ്ട്, ഒന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഗ്രീൻ ട്രീസ് യു ആർ സോ നൈസ്, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. ഒന്നുകൂടി വായിക്കാം. ഗ്രീൻ ട്രീസ് യു ആർ സോ നൈസ്, I am so happy
to see you all. ഇനി സെക്കൻഡ് സ്റ്റാൻസ. Bluebirds, bluebirds, you are so nice. I am so happy to see you all. എന്താ പറയുന്നത്? Bluebirds, bluebirds, you are so nice. I am so happy to see you all. ഇനി ഒന്ന് വായിച്ചേ തനിച്ച്. Green trees, green trees, you are so nice. I am so happy to see you all. Bluebirds, bluebirds, you are so nice. I am so happy to see you all.